ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ മാസം എത്തിക്കഴിഞ്ഞു. ഞാനീ പറയുന്ന നക്ഷത്ര ജാതകരെ പണം തേടിയെത്തും. ഏപ്രിൽ 14 പ്രഭാതം വരെ ആദിത്യൻ മീനം രാശിയിലും തുടർന്ന് മേടം രാശിയിലും സഞ്ചരിക്കുന്നു. രേവതി, അശ്വതി, ഭരണി എന്നീ ഞാറ്റുവേലകൾ ഏപ്രിൽ മാസത്തിലുണ്ട്. മേടം 2-ാം തീയതിയായ ഏപ്രിൽ 15-നാണ് വിഷുക്കണി. ഏപ്രിൽ 1-ന് പൗർണമിയും 16-ന് അമാവാസിയും വരുന്നു. ഏപ്രിൽ 18-ന് വൈശാഖ മാസം ആരംഭിക്കും. ശുക്രൻ ഏപ്രിൽ 19 വരെ മേടത്തിലും തുടർന്ന് ഇടവത്തിലുമായി സഞ്ചരിക്കുന്നു. ചൊവ്വ ഏപ്രിൽ 2 വരെ കുംഭം രാശിയിലും തുടർന്ന് മീനം രാശിയിലും സഞ്ചരിക്കുന്നതാണ്. ബുധൻ ഏപ്രിൽ 10 വരെ കുംഭത്തിലും തുടർന്ന് തൻ്റെ നീചരാശിയായ മീനത്തിലും യാത്ര തുടരുന്നതാണ്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ മൗഢ്യത്തിലാണ്. ഏപ്രിൽ 10-ന് ശനി മൗഢ്യം അവസാനിക്കും. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20-ന് പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഏപ്രിൽ മാസത്തെ രാശി ഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മാസത്തിൻ്റെ തുടക്കം മുതൽ സന്തോഷിക്കാൻ ഉതകുന്ന പല അവസരങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാനും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാനും കഴിയും. അതുപോലെ കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. അതുപോലെ വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. എതിരാളികളെയെല്ലാം തന്നെ മാസത്തിൻ്റെ പകുതിയിൽ മുതൽ വറുതിയിലാക്കുവാൻ സാധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. മാസത്തിൻ്റെ തുടക്കം മുതൽ ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ചിലർക്ക് പുതിയ വാഹനത്തിനും ഭാഗ്യമുണ്ട്. പ്രണയിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ കാലമല്ല. വിവാഹാലോചനകൾ തീരുമാനമാകാതെ നീണ്ടു പോകുവാനിടയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ തുടർന്ന് പഠിക്കുവാനുള്ള അവസരം വന്നു ചേരും. പ്രവർത്തനങ്ങൾക്കനുസൃതമായ നേട്ടങ്ങൾ ഏപ്രിൽ മാസത്തിൽ കൈവരിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് വളരെയധികം ദൈവാധീനമുള്ള കാലമായതിനാൽ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗം. മിഥുന രാശിക്കാരായി നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും വന്നു ചേരും. അതായത് ബന്ധുക്കളുടെ സഹായം വേണ്ട കാലമാണ്. ഓഹരി ഇടപാടുകൾ ലാഭകരമായി നടത്തുവാൻ കഴിയുന്നതാണ്. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയും. അതുപോലെ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും. മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം. ആരോഗ്യകരമായി നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ യാതൊന്നും ഭയപ്പെടാനില്ല. വിദേശ യാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളും തുറന്നു കിട്ടുന്ന കാലമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. അതുപോലെ യാത്രകളെല്ലാം തന്നെ ഗുണകരമായി ഭവിക്കുന്നതാണ്. ചിലർക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ മക്കൾക്ക് വേണ്ടി പണച്ചെലവ് ഉണ്ടാകുന്ന കാലമാണ്. പുണ്യകർമ്മങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുവാനും കഴിയും. ആഭരണങ്ങളും മറ്റും പണയം വെക്കേണ്ടതായി വന്നു ചേരുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം.
ചിങ്ങരാശിക്കാരായ നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് ചില ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. പല കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടും. കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യത്തിന് അനുകൂലമായ കാലമാണ്. അതുപോലെ അന്യനാട്ടിൽ കഴിയുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് അവധിക്ക് വരുവാൻ കഴിയും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തു തിരിച്ചു കിട്ടുവാനുമുള്ള ഭാഗ്യമുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെയധികം തൃപ്തികരമായ നിലയാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്കാരായ നിങ്ങൾക്ക് കോടതി കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറും. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കുവാൻ കഴിയും. എന്നാൽ പല കാര്യങ്ങളും മന്ദഗതിയിലാകുവാൻ ഇടയുണ്ട്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുന്നതാണ് ഉത്തമം. സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാൻ കഴിയും. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ദൂരദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരായി നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. പ്രണയത്തിന് അനുകൂലമായ അന്തരീക്ഷമാണ്. കൂട്ടു ബിസിനസ് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. അതുപോലെ ഓഹരി ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വാഹനം സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. കുടുംബജീവിതം വളരെയധികം സന്തോഷകരമായി തുടരും. സഹപ്രവർത്തകരുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും. ആരോഗ്യപരമായി വാദസംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്യുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിക്കാരായ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ലഹരി വസ്തുക്കളുടെ താല്പര്യം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ ശത്രുക്കളെ എല്ലാം തന്നെ കരുതിയിരിക്കുന്നത് ഗുണകരമാകും. വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് യാതൊരു രീതിയിലും കാലം അനുകൂലമല്ലാത്തതിനാൽ മറ്റൊരു സമയത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉത്തമം. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരായി നിങ്ങൾക്ക് യാതൊരു രീതിയിലും പ്രതീക്ഷിക്കാത്ത വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കുവാനും ബിസിനസ് ആരംഭിക്കുവാനുമുള്ള യോഗമുണ്ട്. ദാമ്പത്യ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. വിദേശത്തു നിന്ന് ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. അതുപോലെ മുടങ്ങിപ്പോയ പഠനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയും. പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കുവാനും സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ വർധന ഉണ്ടാകുന്ന കാലമാണ്. അതായത് ലോട്ടറി, ചിട്ടി, ഇൻഷുറൻസ് ഈ വക രീതിയിൽ അപ്രതീക്ഷിത ധന നേട്ടമുണ്ടാകും. അതുപോലെ വാഹനത്തിനായി കൂടുതൽ പണം ചെലവഴിക്കേണ്ടിയും വരുന്ന കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകര രാശിക്കാരായി നിങ്ങൾക്ക് വാക്കു തർക്കങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈശ്വരാധീനം കുറഞ്ഞ കാലമായതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങരുത്. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ യാത്രകൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച നേട്ടങ്ങളെല്ലാം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭരാശിക്കാരായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന സമയമാണ്.
കായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടുവാൻ കഴിയും. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ചില സമ്മാനങ്ങൾ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്. കൃഷിയിൽ നിന്നും ആദായം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ഗുണകരമായ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബസമേതം ദീർഘദൂര യാത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. സാമ്പത്തികമായ നില വളരെയധികം തൃപ്തികരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനരാശിക്കാരായ നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. വീട് നിർമ്മിക്കുവാനായി ഭൂമി വാങ്ങും. ദീർഘകാലമായി കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരുന്ന സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നതാണ്. കാർഷികമായി ആദായം വളരെയധികം വർദ്ധിക്കും. ചിലർക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുവാൻ സാധിക്കും. നീണ്ട യാത്രകൾക്കുള്ള ഭാഗ്യമുണ്ട്. ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെയധികം തൃപ്തികരമായ കാലമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.